ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എപ്സിലോൺ ലേണിംഗ്. +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആക്യുറേറ്റ്ലി ആർ നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ക്വാണ്ടിറ്റീനെയും നമ്മൾ എന്ത് വിളിക്കും? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹൈറ്റ്, ഇപ്പോൾ ഒരു കുട്ടി ഹൈറ്റ് ചെക്ക് ചെയ്യാണ് അല്ലേ, ഹൈറ്റ് നോക്കുകയാണ്. അപ്പോൾ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ആക്ച്വലി ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് പറയാം, ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് അല്ലേ. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ നമ്മളൊരു കോമൺ ബാലൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാം? മാസ് മെഷർ ചെയ്യാം അല്ലേ. മാസ് മെഷർ ചെയ്യാം. സോ മാസ് എന്ന് പറയുന്നതും എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ കാറിലൊക്കെ കാണുന്ന സ്പീഡോമീറ്റർ അല്ലേ, സ്പീഡോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് മെഷർ ചെയ്യാം? ഒരു കാറിൻ്റെ അല്ലെ ഒരു വെഹിക്കിളിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ കഴിയും അല്ലേ. ഇതുപോലെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്ന ഏതൊരു ക്വാണ്ടിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആക്യുറേറ്റ്ലി. ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയുന്ന ഏതൊരു ക്വാണ്ടിറ്റിയും എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു: ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. Physical quantity that does not depend upon other physical quantity is known as fundamental quantity. So fundamental quantity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ: മാസ്, ലെങ്ത്, ടൈം. ഓക്കെ, നമ്മൾ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സഹായം ആവശ്യമില്ല അല്ലേ. നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് മാസ്, ഒരു കോമൺ ബാലൻസ് യൂസ് ചെയ്ത് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും അവിടെ നമുക്ക് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സഹായം ആവശ്യമില്ല അല്ലേ. ടൈം ആണെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓർ ഈസ് ഡിറൈവ്ഡ് ഫ്രം അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ അത് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡും ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തതായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഡെൻസിറ്റി, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഒന്ന് നോക്കാം. നമുക്കറിയാം ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. ഇതല്ലേ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? മാസും അറിയണം, വോളിയമും അറിയണം. ഓക്കെ, മാസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, വോളിയം എന്ന് പറയുന്നത് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് ഈ ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാസും അറിയണം, വോളിയമും അറിയണം. സോ ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്? ഇതൊരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് അല്ലേ. അത് മാസിനെയും വോളിയത്തിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയില്ലേ? സ്പീഡ് നമ്മൾ എങ്ങനെയാണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ടൈം ടേക്കൺ അല്ലെങ്കിൽ ടൈം ഇൻ്റർവൽ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഡിസ്റ്റൻസും അറിയണം, ടൈമും അറിയണം അല്ലേ. സോ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്?
ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. കാരണം അത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ലെങ്ത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മുടെ വെലോസിറ്റി ആണെങ്കിലോ, വെലോസിറ്റി ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ലെങ്തിനെ തന്നെയാണ് അല്ലേ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. സോ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും അറിയണം, ടൈമും അറിയണം. സോ വെലോസിറ്റി ഈസ് എ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇനി ആക്സിലറേഷൻ ആണെങ്കിലോ, എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക? ആക്സിലറേഷൻ ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അല്ലേ. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ. ആക്സിലറേഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വെലോസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു, ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്ത് ലഭിക്കും? അവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ ലഭിക്കും. സപ്പോസ് ലെങ്ത് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ന്യൂമറിക്കൽ വാല്യൂ ലഭിക്കും. എത്രയാണ്? ഇവിടെ ഒരു 10 എന്ന് ലഭിക്കും അല്ലേ. ഇനി വെയിറ്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ നമുക്കിവിടെ 52 എന്ന് കിട്ടി. ഇനി ഒരു സപ്പോസ് ഒരു സാക്ക് ഓഫ് റൈസ് ആണ്, ഇത് നമ്മൾ എത്ര എടുക്കുക? 15 എന്ന് കിട്ടി. സോ നമ്മൾ ഇങ്ങനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രം യൂസ് ചെയ്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ 10 എന്ന് കൊടുത്തു, ഇപ്പോൾ ലെങ്ത് 10 എന്ന് മാത്രം കൊടുക്കുമ്പോൾ 10 എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുന്നുണ്ട് അല്ലേ. വെറും 52 എന്ന് നമുക്ക് വെയിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. ഇവിടെ സാക്ക് ഓഫ് റൈസ് ആണെങ്കിലും ഇവിടെ വെറും 15 മാത്രം വെച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം അല്ലേ. സോ ഈ 10 എന്നുള്ളത് എന്താണ്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 10 സെൻറ്റിമീറ്റർ. ഇവിടെ 52 എന്നുള്ളത് 52 കിലോഗ്രാം ആണ്. ഇവിടെ 15 കിലോഗ്രാം ആണ്. ഇനി നമ്മൾ ടൈമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ടൈം നമ്മൾ പറയണം 2 അവർ അല്ലെങ്കിൽ നമുക്ക് പറയണം 50 മിനിറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനോടൊപ്പം തന്നെ എന്ത് കൂടി വേണം? ഒരു യൂണിറ്റ് കൂടി വേണം അല്ലേ. ഒരു യൂണിറ്റ് കൂടി വേണം. ലെങ്ത് ആണെങ്കിൽ നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ 15 കിലോമീറ്റർ ആകാം, അല്ലെങ്കിൽ നമുക്ക് മീറ്റർ ആകാം. മീറ്ററിനെ എം എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് മില്ലിമീറ്റർ ആകാം. പിന്നെ മാസ് ആണെങ്കിൽ മില്ലിഗ്രാം ആകാം, ഗ്രാം ആകാം. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ടൈം ആണെങ്കിൽ നമുക്ക് 2 സെക്കൻഡ്സിന് നമ്മൾ എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോഴും നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിനോടൊപ്പം എന്തുകൂടി വേണം? യൂണിറ്റ് കൂടി വേണം. ഇങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് യൂണിറ്റ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. യൂണിറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. യൂണിറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസിക് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇല്ലേ, ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ നമ്മൾ പഠിച്ച ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഇല്ലേ, ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ പഠിച്ചൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീൻ്റെ പേര് നോക്കാം. നമുക്ക് ലെങ്ത് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ, ലെങ്ത്. ഓക്കെ, ലെങ്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് ഒന്ന് നോക്കാം.
എന്തൊക്കെയാണ് ലെങ്ത്തിൻ്റെ യൂണിറ്റ്? മീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, പിന്നെ സെൻറ്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട് അല്ലേ? ഇങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി സപ്പോസ് മാസ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ, മാസ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അപ്പം മാസിൻ്റെ യൂണിറ്റ്സ് നോക്കാം. മാസിൻ്റെ യൂണിറ്റ്സ് നമുക്ക് കിലോഗ്രാം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, ഗ്രാം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, മില്ലിഗ്രാം എന്നൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം. ഇത് കൂടാതെ വേറെയും യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ്സിന് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീൻ്റെ എക്സാമ്പിൾ നമുക്ക് വെലോസിറ്റി എടുക്കാം. വെലോസിറ്റിയുടെ യൂണിറ്റ്, വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് അല്ലേ? അപ്പം മീറ്റർ പെർ സെക്കൻഡ് ഇത് എന്താണ്? ഒരു ഡിറൈവ്ഡ് യൂണിറ്റിൻ്റെ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതാം. ഇതും എന്താണ്? ഡിറൈവ്ഡ് യൂണിറ്റിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമ്മൾ ഡെൻസിറ്റി ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? നമ്മൾ ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ന്യൂട്ടൺ, ഫോഴ്സിൻ്റെ യൂണിറ്റായ ന്യൂട്ടൺ, പിന്നെ അതുപോലെ ആക്സിലറേഷൻ്റെ യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഇതെല്ലാം ഡിറൈവ്ഡ് യൂണിറ്റ്സിൻ്റെ എക്സാമ്പിൾസാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ സയൻറ്റിസ്റ്റ് ഓരോ ഡിഫറെൻറ്റ് കൺട്രീസിലും ഓരോ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ് ആയിരുന്നില്ല പണ്ട് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന 3 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് CGS സിസ്റ്റം, ദെൻ FPS സിസ്റ്റം ആൻഡ് MKS സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിലും നമ്മൾ ലെങ്ത്ത്, മാസ്, ടൈം എന്നീ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ CGS സിസ്റ്റത്തിൽ നമ്മുടെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു എന്ന് നോക്കാം. CGS സിസ്റ്റത്തിൽ നമ്മുടെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സെൻറ്റിമീറ്റർ. ഇനി CGS സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം ആണ്. ഗ്രാം. ഇനി നമ്മുടെ ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്. സോ ഇത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? ദ CGS യൂണിറ്റ് C റെപ്രസെൻ്റ് ചെയ്യുന്നത് സെൻറ്റിമീറ്റർ, G റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗ്രാം, S റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്, ഇത് സെൻറ്റിമീറ്റർ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ലെറ്റർ G റെപ്രസെൻ്റ് ചെയ്യുന്ന മാസിൻ്റെ യൂണിറ്റും, തേർഡ് ലെറ്റർ S റെപ്രസെൻ്റ് ചെയ്യുന്നത് ടൈമിൻ്റെ യൂണിറ്റുമാണ്. അതിങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി FPS സിസ്റ്റം നോക്കാം. FPS സിസ്റ്റത്തിൽ ലെങ്ത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൂട്ടിലാണ്. ഫൂട്ട് ലെങ്ത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൂട്ട്. ഇനി മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് P ആണ്. ഇവിടെ FPSൽ P റെപ്രസെൻ്റ് ചെയ്യുന്നത് പൗണ്ടിനാണ്. പൗണ്ട് മാസിൻ്റെ മറ്റൊരു യൂണിറ്റാണ് പൗണ്ട്. ഇനി S റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, FPSൽ S. ടൈമിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിലാണ്, സെക്കൻഡ്സിൽ തന്നെയാണ്, സെക്കൻഡ്. സോ FPS സിസ്റ്റത്തിൽ F എന്ന് പറയുന്നത് ഇതാ ഫൂട്ടാണല്ലേ. സോ FPS സിസ്റ്റത്തിൽ ലെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൂട്ടിലാണ്, മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പൗണ്ടിലാണ്, P റെപ്രസെൻ്റ് ചെയ്യുന്നത് പൗണ്ടാണ്, പിന്നെ ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡാണ്, S സെക്കൻഡാണ്. ഓക്കെ, ഇനി MKS സിസ്റ്റം നോക്കാം. MKS സിസ്റ്റത്തിൽ ലെങ്ത്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് M വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് M ഫോർ മീറ്റർ ആണ്. മീറ്റർ. ലെങ്ത്തിനെ നമ്മൾ മീറ്ററിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാസിനെ നമ്മൾ K വെച്ച്, എന്താണ്, കിലോഗ്രാമിലാണ് നമ്മൾ മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോഗ്രാമിലാണ്. ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിലാണ്,
സെക്കൻഡിലാണ്. ടൈമിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെക്കൻഡിലാണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ. ഈ മൂന്നിലും നമ്മൾ ലെങ്ത്, മാസ്, ടൈം എന്നീ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് നോക്കുന്നത്. CGSൽ C സ്റ്റാൻഡ് ഫോർ സെൻറ്റിമീറ്റർ, G സ്റ്റാൻഡ് ഫോർ ഗ്രാം, S സ്റ്റാൻഡ് ഫോർ സെക്കൻഡ്സ് അല്ലേ. ഓക്കെ, FPSലാണെങ്കിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് ഫൂട്ട്, മാസിൻ്റെ യൂണിറ്റ് പൗണ്ട്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. MKSലാണെങ്കിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടെങ്കിലും നമ്മൾ ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തതും നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള യൂണിറ്റാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. SI യൂണിറ്റ്സ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഇത് ആക്ച്വലി ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് വന്നത്. ഓക്കെ, ഇപ്പോൾ ഫ്രഞ്ചിൽ ഇതിൻ്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് സിസ്റ്റമി ഇൻ്റർനാഷണൽ ഡി യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഫ്രഞ്ചിൽ ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സിസ്റ്റമി ഇൻ്റർനാഷണൽ ഡി യൂണിറ്റ്സ്. അതായത് ഇംഗ്ലീഷിലേക്ക് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നാണ് നമുക്ക് കിട്ടുക. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സോ SI യൂണിറ്റിൻ്റെ ഫുൾ ഫോം ആണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ആക്ച്വലി അതൊരു ഫ്രഞ്ച് ടേമാണ്. സിസ്റ്റമി ഇൻ്റർനാഷണൽ ഡി യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് യൂണിറ്റ് വിച്ച് ഈസ് അറ്റ് പ്രസൻറ്റ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ഫോർ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ അറ്റ് പ്രസൻ്റ് ആയിട്ട് നമ്മുടെ മെഷർമെൻറ്റിന് വേണ്ടി ഇൻ്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട യൂണിറ്റാണ് എന്ത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ആണുള്ളത്. അപ്പോൾ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാം, നമ്മൾ വഴിയെ പറയും. ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് 7 SI യൂണിറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ് ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. മീറ്റർ. സോ മീറ്റർ ആണ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. സോ ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എല്ലാവരും ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? മീറ്റർ ആണ്. മീറ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് M. മീറ്ററിനെ നമ്മൾ M യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാസിൻ്റെ SI യൂണിറ്റ് നോക്കാം. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. കിലോഗ്രാമിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് kg എന്ന് പറഞ്ഞിട്ടാണ്. കിലോഗ്രാം kg എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൈമിൻ്റെ നോക്കാം. ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് S എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. സ്മോൾ ലെറ്റർ S യൂസ് ചെയ്തിട്ടാണ്. ഇനി കറണ്ടിൻ്റെ നോക്കാം. കറണ്ടിൻ്റെ SI യൂണിറ്റ് നമ്മൾ പറയുന്നത് ആംബിയർ എന്നാണ് കറണ്ടിൻ്റെ SI യൂണിറ്റ് നമ്മൾ പറയുന്നത്. ആംബിയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ A യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ടെമ്പറേച്ചറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെൽവിൻ എന്നാണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. കെൽവിൻ നമ്മൾ K യൂസ് ചെയ്തിട്ടാണ് കെൽവിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോൾ. അപ്പം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മോളാണ്. MOLE, മോൾ. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് MOL എന്ന് മാത്രമാണ്. MOL എന്നാണ് SI യൂണിറ്റ്. ഇനി ലൂമിനസ് ഇൻറ്റൻസിറ്റി ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ യൂണിറ്റ് വരുന്നത് ക്യാൻഡലാണ്. നിങ്ങളധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ക്യാൻഡല നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് CD എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ,
സോ ഇത്രയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ SI യൂണിറ്റ്സും. സോ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ അറിഞ്ഞിരിക്കുക. ഓരോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ SI യൂണിറ്റും അതെങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കുക. നമുക്ക് ഇനി നമ്മുടെ ഫിസിക്സിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് പുറമെ നമുക്ക് 2 സപ്ലിമെൻ്ററി ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉണ്ട്. അതിൻ്റെ SI യൂണിറ്റ്സ് ഒക്കെ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡൗട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.